ദ ഹൊറർ റൂമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാക്ക് റൂംസ് സിനിമ കാണുന്നതിന് മുൻപ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എന്താണ് ബാക്ക് റൂംസ്? ഒരു ക്രീപ്പി പാസ്ത ആയിട്ടാണ് ആക്ച്വലി ബാക്ക് റൂംസ് തുടങ്ങുന്നത്. ക്രീപ്പി പാസ്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻ്റർനെറ്റിലൂടെയൊക്കെ പ്രശസ്തമാകുന്ന ഹൊറർ കഥകൾക്കും ഹൊറർ കഥാപാത്രങ്ങൾക്കും ഒക്കെ പറയുന്ന ഒരു പേരാണ് ക്രീപ്പി പാസ്ത. ക്രീപ്പി പാസ്തയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം, കാരണം അത് ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ നമ്മുടെ ബാക്ക് റൂംസിൻ്റെ കഥ തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2019 4chan എന്നൊരു ഇമേജ് ഷെയറിംഗ് വെബ്സൈറ്റ് ഉണ്ട്. പല സബ്ജക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫോട്ടോസ് ആൾക്കാർ അതിൽ ഷെയർ ചെയ്യുകയും അതിൻ്റെ ക്യാപ്ഷൻസും കമൻസും ഒക്കെ മറ്റ് യൂസേഴ്സ് ഇടുകയും ചെയ്യും. അങ്ങനെ ഒരിക്കൽ ആ വെബ്സൈറ്റിൽ ഒരാളൊരു ഫോട്ടോ ഷെയർ ചെയ്യുകയാണ്. ഒരു ക്രീപ്പി ആയിട്ടുള്ളൊരു റൂമിൻ്റെ ഫോട്ടോയാണത്. ഒരു ഇളം മഞ്ഞ നിറത്തിലുള്ള വാൾപേപ്പറൊക്കെ ഒട്ടിച്ച ഈ ഫ്ലൂറസൻ്റ് ലൈറ്റുകളൊക്കെ തെളിഞ്ഞെടുക്കുന്ന ഒരു ഒഴിഞ്ഞ വലിയൊരു റൂമിൻ്റെ ഫോട്ടോ ആയിരുന്നു അത്. പല കമൻസും ആ ഫോട്ടോയ്ക്ക് കീഴേ വന്നു. എന്നാൽ ഒരു അനോണിമസ് അക്കൗണ്ടിൽ നിന്നും ഒരു ക്യാപ്ഷൻ അതിന് വന്നു. ആ ക്യാപ്ഷനായിരുന്നു ഈ ബാക്ക് റൂംസിൻ്റെ തുടക്കം. നമ്മൾ ജീവിക്കുന്ന ഈ റിയൽ ലൈഫിൽ ചില ഗ്ലിച്ചുകൾ അല്ലെങ്കിൽ ചില ബഗ്ഗുകൾ ഉണ്ടെന്നും അറിയാതെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ എത്തിപ്പെടുകയാണെങ്കിൽ നേരെ നമ്മൾ ചെന്നെത്തുന്നത് ഈ ബാക്ക് റൂംസ് എന്ന് വിളിക്കുന്ന മറ്റൊരു ഡയമെൻഷനിലായിരിക്കുമെന്നായിരുന്നു അതിൽ പറഞ്ഞിരുന്നത്. മഞ്ഞ നിറമുള്ള വാൾപേപ്പർ ഒട്ടിച്ച മതിലുകളും നിലത്ത് വിരിച്ചിരിക്കുന്ന ആ കാർപ്പറ്റിൻ്റെ ആ ദുഷിച്ച ഗന്ധവും എപ്പോഴും കത്തി നിൽക്കുന്ന ഫ്ലൂറസെൻ്റ് ലൈറ്റിൻ്റെ ആ ഒരു ഹമ്മിങ് സൗണ്ടും പിന്നെ ഒരു അവസാനവുമില്ലാതെ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഒഴിഞ്ഞ മുറികളും കോറിഡോറുകളും മാത്രമാണ് ഈ ബാക്ക് റൂംസിൽ ചെന്നാൽ നമുക്ക് കാണാൻ സാധിക്കുക. എന്നാൽ ഇവിടെ നമ്മൾ ഒറ്റക്കല്ല. ഈ ശൂന്യതയിൽ നമ്മളെ കാത്ത് ചില വിചിത്ര രൂപങ്ങൾ, അതെന്താണെന്നറിയില്ല, അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട് നമ്മളെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇതായിരുന്നു ആ ക്യാപ്ഷനിൽ പറഞ്ഞിരുന്ന കാര്യം. ക്യാപ്ഷൻ വലിയ രീതിയിൽ പ്രചാരം നേടി. മറ്റുള്ള ആൾക്കാർ ഈ ക്യാപ്ഷൻ ഏറ്റെടുത്ത് ഈ കഥയൊക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് പുതിയൊരു യൂണിവേഴ്സ് തന്നെ അങ്ങനെ തുടങ്ങാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ 2021 കെയ്ൻ പാഴ്സൺസ് എന്ന് പറയുന്ന ഒരു 16 വയസ്സുകാരനായ യൂട്യൂബർ ഇതിനെപ്പറ്റി കേൾക്കാനിട വരുന്നു. ഈ കൺസെപ്റ്റിനെ ബേസ് ചെയ്ത് അവൻ്റേതായിട്ടുള്ള രീതിയിൽ ഒരു കഥ സെറ്റ് ചെയ്ത് സ്വന്തമായിട്ട് അവൻ വീട്ടിലിരുന്ന് ബ്ലെൻഡർ എന്ന ആനിമേഷൻ സോഫ്റ്റ്വെയറിൽ അവൻ്റെ തന്നെ കമ്പ്യൂട്ടറിൽ ഒരു 9 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഷോർട്ട് വീഡിയോ തയ്യാറാക്കുകയാണ്. 2022 ഇവൻ്റെ യൂട്യൂബ് ചാനലായ കെയ്ൻ പിക്സൽസ് എന്ന ചാനലിൽ പോസ്റ്റും ചെയ്തു. അബദ്ധവശാൽ ബാക്ക് റൂംസിൽ എത്തിപ്പെടുന്ന ഒരു പയ്യൻ്റെ കഥയായിരുന്നു അത് പറഞ്ഞിരുന്നത്. അവൻ അവിടെ നേരിടേണ്ടി വരുന്ന കുറേ സംഭവങ്ങളും ഒക്കെ ആയിരുന്നു അതിൻ്റെ ഇതിവൃത്തം. ഈ വീഡിയോ നല്ല രീതിയിൽ ഹിറ്റായി, ഭയങ്കരമായിട്ട് വൈറലായി. ഇന്ന് വരെ ഏകദേശം 84 മില്യൺ വ്യൂസ് ആ വീഡിയോക്ക് ഉണ്ട്. ഈ വീഡിയോ ഹിറ്റായതോടുകൂടി കെയ്ൻ പാഴ്സൺസ് ഈ എപ്പിസോഡിൻ്റെ തുടർച്ചയായിട്ട് തന്നെ ബാക്കി കഥ ഡെവലപ്പ് ചെയ്ത് ഓരോ എപ്പിസോഡായിട്ട് ഇറക്കാൻ തുടങ്ങി. അങ്ങനെ ഏകദേശം 24 എപ്പിസോഡ് ഇതുവരെ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ തൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലായ കെയ്ൻ പിക്സൽസിൽ ഇദ്ദേഹം പോസ്റ്റും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ അത് കാണാവുന്നതാണ്. ഇനി നമുക്ക് സിനിമയിലേക്ക് വരാം. സിനിമയുടെ കഥ നടക്കുന്നത് 1990s ഒരു ഫർണിച്ചർ കടയുടെ ഉടമസ്ഥനാണ് ക്ലാർക്ക്. ഒരിക്കൽ തൻ്റെ കടയുടെ ബേസ്മെൻറ്റിൽ വിചിത്രമായൊരു വാതിൽ പ്രത്യക്ഷപ്പെടുന്നു. ഇതിലൂടെ കടക്കുന്ന ക്ലാർക്ക് എത്തിപ്പെടുന്നത് ഈ ബാക്ക് റൂംസ് എന്ന് പറയുന്ന ലോകത്തേക്കാണ്. പിന്നീട് ഇയാൾക്ക് പിറകെ ഇയാളുടെ തെറാപ്പിസ്റ്റ് കൂടിയായ മേരിയും എത്തുന്നതാണ് ഈ സിനിമയുടെ ട്രെയിലറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കഥ. പിന്നീട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് സിനിമ കണ്ടു തന്നെ അറിയാം. അപ്പോൾ നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ടത് ബാക്ക് റൂംസ് എന്താണ്, അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പിന്നെ എൻ്റെ ഒരു വ്യക്തിപരമായ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ അറ്റ്ലീസ്റ്റ് കെയ്ൻ പിക്സൽസ് എന്ന യൂട്യൂബ് ചാനലിൽ ഈ കെയ്ൻ പാഴ്സൺസ് ചെയ്ത വെബ് സീരീസിൻ്റെ ആദ്യത്തെ ആ 2 എപ്പിസോഡെങ്കിലും കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നിങ്ങൾക്ക് എന്താണ് ഈ സിനിമയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. വെബ് സീരീസിൻ്റെ തന്നെ ഒരു എക്സ്പാൻഡഡ് ആയിട്ടുള്ള ഒരു കഥയാണ് ഈ സിനിമയിൽ വരുന്നത്. ഈ ബാക്ക് റൂംസിനെ പറ്റിയിട്ട് റിസർച്ച് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനൊക്കെ ഉണ്ട്, അസിങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ ഈ സിനിമയിൽ വരുന്നുണ്ടെന്ന് ആ ട്രെയിലറിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. പറ്റുമെങ്കിൽ ആ ഫസ്റ്റ് 2 എപ്പിസോഡൊന്ന് കണ്ടിട്ട് പോവുക. ഏകദേശം ഫസ്റ്റ് എപ്പിസോഡ് 9 മിനിറ്റും സെക്കൻഡ് എപ്പിസോഡ് ഏതാണ്ട് 2.25 മിനിറ്റേ ഉള്ളൂ. അത്രയൊക്കെ ഉള്ളൂ. ഒന്ന് കണ്ടിട്ട് പോയാൽ നല്ലതായിരിക്കും. പിന്നെ ഇതൊരിക്കലും ഒരു പേടിപ്പെടുത്തുന്നൊരു സിനിമയാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് പലരും ഹൊറർ സിനിമ എന്ന് പറയുമ്പോൾ പേടിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ പോകുമല്ലോ. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഡിസപ്പോയിൻറ്റഡ് ആവാനാണ് സാധ്യത. നിങ്ങൾ അങ്ങനെ പോവാതിരിക്കുക. ഇത് കുറച്ചുകൂടി ഒരു സൈക്കോളജിക്കൽ ഹൊറർ വിഭാഗത്തിൽ വരുത്താൻ പറ്റുന്നൊരു സിനിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്ത് പോവാതിരിക്കുക. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ബാക്ക് റൂംസ് എന്ന് പറയുന്ന സംഭവം തുടങ്ങിയത് തന്നെ ഒരു ഫോട്ടോയിൽ നിന്നാന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ആ ഫോട്ടോ ആരെടുത്തെന്നോ എന്നെടുത്തെന്നോ എവിടുന്നാണ് എടുത്തതെന്നോ ഒന്നും 2024 വരെ ആർക്കും ഒരറിവ്
തെളിവും ഉണ്ടായിരുന്നില്ല. കുറേ ആൾക്കാർ തപ്പി ഇറങ്ങിയതാണ് കണ്ടുപിടിക്കാൻ, പക്ഷേ ഒന്നും നടന്നില്ല. അങ്ങനെ 2024 ഡിസ്കോഡിലുള്ള ബാക്ക് റൂംസിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അവർ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി തിരിച്ച് അവസാനം കണ്ടെത്തി. അതായത് 2003 എടുത്തൊരു ഫോട്ടോയാണത്. അത് അമേരിക്കയിലെ വിസ്കോൺസിനിലുള്ള ഒരു ഫർണിച്ചർ സ്റ്റോറിൻ്റെ റെനോവേഷൻ്റെ സമയത്ത് എടുത്ത ഫോട്ടോയാണ്. ആ റെനോവേഷൻ്റെ പ്രോഗ്രസ് അവർക്ക് അന്നത്തെ ബ്ലോഗിലൊക്കെ ഇടണമായിരുന്നു. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഒരു 2-3 ഫോട്ടോ എടുത്തു, ഒരു സാധാരണ ഒരു സോണി സൈബർ ഷോട്ട് ക്യാമറയിൽ. ആ ഫോട്ടോയാണ് ഇന്നിപ്പോൾ ഒരു കഥയായി, പിന്നീട് ഒരു ഹോളിവുഡ് സിനിമയായി ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഈ ഫോട്ടോ എടുത്ത സ്ഥലമൊന്നും ഇപ്പോൾ ഇല്ല, അതൊക്കെ ഇടിച്ച് പൊളിച്ച് പുതിയ എന്തൊക്കെയോ ബിൽഡിംഗ് ഒക്കെ അവിടെ വന്നു. ആ ഫോട്ടോ എടുത്തവൻ പോലും അറിഞ്ഞു കാണില്ല ഇങ്ങനെ ഇത്രയും വലിയൊരു സംഭവമായി മാറിയുന്നത്. എന്താ അല്ലേ ഓരോ കഥകളൊക്കെ വരുന്ന വഴി. എല്ലാവർക്കും ഒരു നല്ല സിനിമ എക്സ്പീരിയൻസ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്